ഹായ് ഗായ്സ്, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അങ്ങനെ ചന്ദ്ര വന്നു പോയതിനു ശേഷം ശ്രുതി വിഷമിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സൂത്രപ്പണികൾ ചെയ്തിട്ടും ആ വീട്ടിലൊന്ന് കയറി പറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. അതിനിടയിൽ മീരയും വന്ന് ആദി വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നീ അവന് വാക്ക് കൊടുത്തതല്ലേ അവിടെ പോകാമെന്ന്? അമ്മ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ആകെ ടെൻഷനായി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നു. അതേസമയം രേവതിയുടെ വരവും കാത്ത് ശരത്ത് വഴിയിൽ നിൽക്കുന്നു. രേവതിയോട്, ചേച്ചി, നമ്മുടെ ദേവു അങ്ങനെ തെറ്റായ തീരുമാനമൊന്നും എടുക്കില്ല. ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊക്കെ തിരിച്ചറിയാൻ നല്ലതുപോലെ കഴിവുള്ളയാളാണ് ദേവു. അരുൺ ചേട്ടൻ അത്രയ്ക്കും മോശമാവില്ല. അമ്മയ്ക്കും ഈ വിവാഹം നടത്തി കൊടുക്കണം എന്ന് തന്നെയാണ്. സച്ചിയേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അമ്മ എതിർക്കുന്നത്. ചേച്ചി എങ്ങനെയെങ്കിലും സച്ചിയേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമുക്കിത് നടത്തി കൊടുക്കാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ രേവതി ഇടയിൽ കയറി, സച്ചിയേട്ടാ, ഞാൻ വീണ്ടും ചോദിക്കുക, അമ്മ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ സച്ചിയേട്ടൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നു. എന്നെ വിശ്വസിക്കാതെ, എൻ്റെ വാക്കിന് വില കൊടുക്കാതെ നിന്റെ അമ്മ അങ്ങനെയൊരു തീരുമാനം എടുത്താൽ പിന്നെ ആ അമ്മ മകൻ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത് രേവതി? എൻ്റെ സമ്മതമില്ലാതെ അവളുടെ കല്യാണം നടത്തിയാൽ വലിയ ബോംബൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഞാനും നിന്റെ കുടുംബവും തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിക്കും എന്ന് പറയുന്നുണ്ട് സച്ചി. രേവതി വിഷമത്തോടെ സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നു. സച്ചി ദേഷ്യത്തോടെ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നു. രേവതി എന്തു ചെയ്യണം, ആരുടെ ഭാഗത്തു നിൽക്കണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.